ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന കുഞ്ഞിനെ ലാളിക്കുന്നത് കണ്ട് ആകെ വിഷമത്തോടെ ആതിര നോക്കിയിരുന്നു. അർച്ചന കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് ആതിരയോട് പറഞ്ഞു, വളരുമ്പോ നോക്കിക്കോ, ഇവൾക്ക് നിന്നേക്കാൾ ഇഷ്ടം എന്നെയായിരിക്കും എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞ വാക്കുകൾ ആ നിമിഷം ആതിരയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. പതിയെ പതിയെ ആതിരയുടെ കുഞ്ഞിനെ അർച്ചന സ്വന്തമാക്കുമെന്നും ഇനി ആതിരയേക്കാളേറെ ആതിരയുടെ കുഞ്ഞിന്റെ മേൽ അവകാശം അർച്ചനയ്ക്കാവും ഉണ്ടാകാൻ പോകുന്നെന്നും ഇപ്പോ അർച്ചനയുടെ ആ സ്നേഹം വിലക്കിയില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും നിനക്ക് വിലക്കാൻ കഴിഞ്ഞെന്നും വരില്ല എന്ന് പറഞ്ഞ് അർച്ചനയെ എതിരായി ആതിരയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചത് അതേപടി പ്രവർത്തിച്ചു തുടങ്ങിയതിന്റെ ആ നിമിഷത്തിൽ ആതിര വല്ലാതെ വിഷമത്തിലായി. അർച്ചന കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അവിടെയുള്ള ഫോട്ടോസൊക്കെ കാണിച്ച് കുഞ്ഞിനെ കുഞ്ചിക്കുമ്പോൾ ആതിരയുടെ മനസ്സ് വല്ലാതെ സംഘർഷഭരിതമായി. ഉടൻ തന്നെ ആതിര വേഗം തന്റെ ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം കമലമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. കമലമ്മയും മീരയെടുത്തിയും കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് മീര ആ ഫോൺ കോൾ എടുക്കാനായിട്ട് ചെന്നെടുത്തത്. കോൾ അറ്റൻഡ് ചെയ്യാൻ നോക്കിയതും ആതിര അമ്മ വിളിക്കുന്നതെന്ന് പറഞ്ഞതും കോൾ എടുത്ത് ഉടനെ തന്നെ കമലമ്മയാണെന്നുള്ള ധാരണയിൽ ആതിര, ഹലോ അമ്മേ, അമ്മ ഇപ്പൊ എവിടെയാ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മീര പറഞ്ഞു, അയ്യോ അമ്മയല്ല, മീര എടുത്തിയടി എന്ന് പറഞ്ഞതും ആ എന്നാ അമ്മയുടെ കയ്യിലൊന്ന് കൊടുക്കൂ ഏട്ടത്തി എന്ന് ചോദിച്ചു. ശരി, ദാ കൊടുക്കാം എന്ന് പറഞ്ഞ് വേഗം ഫോൺ കൊണ്ടുപോയി കമലമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. കമലമ്മ ജോലി ചെയ്യുന്നതിനിടയിൽ വേഗം കോള് സ്പീക്കറിലിട്ടിട്ട് ആതിരയോട് ചോദിച്ചു, പറയടി, എന്തിനാ നീ വിളിച്ചത്? അപ്പോഴാണ് ആതിര ചോദിച്ചത്, അമ്മേ, അനൂപേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചതും, ആഹാ, ഇതറിയാനാണെങ്കിൽ നിനക്ക് മീരയോട് ചോദിച്ചാൽ പോരായിരുന്നോ? അനൂപിന്റെ വിശേഷങ്ങൾ അവൾക്കല്ലേ പറയാൻ പറ്റുന്നത് എന്ന് ചോദിച്ചതും ഉടനെ ആതിര പറഞ്ഞു, അതല്ലമ്മേ, ഞാൻ ഏട്ടന്റെ കാര്യം ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് ആതിര മറുപടി നൽകി. വിളിച്ചത് വേറൊരു കാര്യം ചോദിക്കാനാണമ്മേ എന്ന് പറഞ്ഞതും മീരയെടുത്തി എന്താ കാര്യം എന്നുള്ള രീതിയിൽ ആതിരയുടെ സംസാരം ശ്രദ്ധിച്ചു. അപ്പോഴാണ് ആതിര ആശങ്കയോടെ പറഞ്ഞത്, അമ്മേ, ഇവിടെ അടുത്തുള്ള കുറച്ച് ചേച്ചിമാരൊക്കെ കുഞ്ഞിനെ വന്ന് എടുക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്തു. ഇന്നലെ വന്ന് ഒരു ചേച്ചി എന്നോട് കാര്യം പറഞ്ഞു. അത് കേട്ടതും കമലമ്മ ആകെ ടെൻഷനോടെ മീരയെ നോക്കി. എന്താടി, എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചതും അത് പറഞ്ഞപ്പോൾ മുതൽ എനിക്ക് വല്ലാത്ത ടെൻഷൻ, അതുകൊണ്ടാ ഞാൻ അമ്മയോട് കാര്യത്തെക്കുറിച്ച് അറിയാൻ വിളിച്ചതെന്ന് പറഞ്ഞതും കമലമ്മ ചോദിച്ചു, എന്താടി പെണ്ണെ, നീ കാര്യം പറ. അപ്പോഴാണ് ആതിര പറഞ്ഞത്, അല്ലമ്മേ, ഈ പ്രസവിക്കാത്തവർ കുഞ്ഞിനെ എടുത്താൽ എന്തോ ദോഷമുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ശരിയാണോ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ മീരയിടത്തേക്ക് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുന്നു. അർച്ചനയെക്കുറിച്ചാണ് ആതിര ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിയ മീരയിടത്തി അതിശയത്തോടെയും സംശയത്തോടെയും അവൾ ആ ഫോണിലേക്ക് നോക്കുമ്പോൾ കമലമ്മ അതൊന്നും ശ്രദ്ധിക്കാതെ പറഞ്ഞു, എടി മോളെ, അങ്ങനെ ചിലർ പറഞ്ഞിട്ടുണ്ട് പണ്ട് കാലത്ത്, അങ്ങനെ ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ആരാടി ഇതൊക്കെ നോക്കുന്നത്? ആരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇപ്പം അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കാതിരിക്കുകയുമില്ല. പിന്നെ ഒരു കാര്യം സത്യമാണ്, ഈ പ്രസവിക്കാത്തവർക്കാണ് കുഞ്ഞുങ്ങളോട് കൂടുതൽ സ്നേഹമുണ്ടാവുന്നത്. പിന്നെ ഇന്നൊന്നും ഈ കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. ഇതൊക്കെ ഒരു അന്ധവിശ്വാസമായി തന്നെയാണ് കരുതുന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞിനെ അങ്ങനെ ആരെങ്കിലും എടുക്കാൻ വന്നാലേ നീ അതിന് ആരെയും തടയുകയോ ആരോട് എന്തെങ്കിലും പറയുകയോ ഒന്നും ചെയ്യരുത് എന്ന് കമലമ്മ ഓർമ്മിപ്പിച്ചു. ആതിര പറഞ്ഞു, അല്ലമ്മേ, അങ്ങനെ കേട്ടപ്പോ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ, ഒരാശങ്ക, അതൊന്ന് അമ്മയോട് ചോദിക്കാമെന്ന് കരുതി, അതാ ഞാൻ അമ്മയെ വിളിച്ചത് എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് കമലമ്മ പറഞ്ഞതും ആതിരയോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാൻ കമലമ്മ ഒരുങ്ങി. അല്ല, സന്ദീപും കുഞ്ഞുമോളും ഒക്കെ സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആതിര ഫോൺ വെച്ചു എന്ന് മനസ്സിലായി. ഇവളിതിനോടൊപ്പം ഫോൺ വെച്ചല്ലോ എന്ന് പറഞ്ഞ് കമലമ്മ ജോലി തുടരുമ്പോൾ ആതിര ഫോൺ കട്ട് ചെയ്തതിനെക്കുറിച്ചും ആതിരയുടെ സംശയങ്ങളെക്കുറിച്ചും മീരയിടത്തേക്ക് കൂടുതൽ സംശയം തോന്നും. ഇതിന് പിന്നിൽ മറ്റെന്തോ ഒരു കാരണമുണ്ട് എന്ന് അതിൽ നിന്ന് മീരയിടത്തേക്ക് മനസ്സിലായി. പിന്നീട് കാണുന്നത് അവന്തിക മൂർത്തിയെ വിളിച്ച് എത്രയും വേഗം മൂർത്തി സ്ഥലത്തെത്തണമെന്നും നീ ഇവിടെ ഇല്ലാത്തതിന്റെ പോരായ്മ ഉണ്ടെന്നും ധനുഷാണെങ്കിൽ ഇപ്പോ പുറത്തില്ല താനും, അതുകൊണ്ട് നീ വന്നാൽ മാത്രമേ എനിക്കൊരു സഹായമാകൂ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും വാതിൽക്കൽ നിൽക്കുന്ന ആതിരയെ അവന്തിക കണ്ടു. ഉടനെ അവന്തിക സംശയത്തോടെ ആതിര അവിടെ നിൽക്കുന്നത് കണ്ട് ഒന്ന് നോക്കി തന്റെ ആ നീക്കം കൃത്യമായി ഫലം കണ്ടു എന്ന അഹങ്കാരം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ ആതിരയോട് ചോദിച്ചു, എന്താ ആതിരെ, എന്താ നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? അപ്പോഴേക്കും അതിരകത്തേക്ക് കയറി വന്നു. ചേച്ചി, എടുത്തി, ഞാൻ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. നീ എൻ്റെ റൂം തേടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിന്റെ മനസ്സിൽ വല്ലാത്ത ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നീ ആലോചിച്ചു അല്ലേ? അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. എന്താ അതിരെ, എന്താ പ്രശ്നം എന്ന്
ആതിരയോട് ചോദിച്ചതും ആതിര പറഞ്ഞു, ഏട്ടത്തി എനിക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല, ഒരു സമാധാനവുമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഏ, ചേച്ചിക്കാണെങ്കിലും കുഞ്ഞിനോടുള്ള സ്നേഹത്തെ കൂടുതൽ കണ്ട് എനിക്ക് ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ കഴിയുന്നില്ല. ഏട്ടത്തി എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു, ആതിരെ ഇതില് നീ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോ നീ ചെയ്യേണ്ടത് നിന്റെ കുഞ്ഞിനെ നീ തിരികെ നേടുക എന്ന് മാത്രമാണ്. അതിന് വേറൊന്നും ചെയ്യാനില്ല. നിന്റെ മനസ്സിലുള്ള ആശങ്കകൾ അത് വെട്ടിത്തുറന്ന് പറയുക. നിന്റെ കുഞ്ഞിന്റെ ഏഹ്, നിന്റെ അനുവാദമില്ലാതെ കുഞ്ഞിനെ എടുക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യുന്നതിന് നീ പറയാനുള്ളത് പറയണം. ആദ്യം നിന്റെ ചേച്ചിയൊക്കെ തന്നെയാ, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ ചേച്ചിയോട് നീ ഒന്നും മിണ്ടാതെ എല്ലാം മനസ്സിലടക്കി വെച്ച് കഴിയുമ്പോൾ നിന്റെ മനസ്സിലെ ടെൻഷൻ നീ ഒന്ന് തുറന്നു പറഞ്ഞാൽ അതോടെ തീരും നിന്റെ മനസ്സിലെ ആശങ്കയും നഷ്ടപ്പെട്ടു പോയ നിന്റെ സമാധാനവുമൊക്കെ. അതുകൊണ്ട് ആദ്യം പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു വേദന മാത്രമേ രണ്ടുപേരുടെയും മനസ്സിലുണ്ടാവൂ. അതിനുശേഷം അർച്ചന അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിയുമ്പോൾ അർച്ചനയ്ക്കും നീ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് തൽക്കാലം ചെറിയൊരു വേദന ഇരുവരുടെയും മനസ്സിൽ തോന്നും എന്ന് മാത്രമേ ഉള്ളൂ. അതോർത്ത് നിന്നാൽ നിന്റെ സമാധാനമാണ് നഷ്ടമാകുന്നത് എന്നുള്ള കാര്യം നീ മറക്കണ്ട എന്ന് ആതിരയെ ഗുണദോഷിക്കുന്നു അവന്തിക. അവന്തികയുടെ ഗുണദോഷങ്ങൾ കേൾക്കുന്ന ആതിര ശരി അങ്ങനെ തന്നെ ചെയ്യാമെന്ന് മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുക്കുമ്പോൾ അവന്തിക തന്റെ നീക്കങ്ങൾ കൃത്യമായി തന്നെ ഫലം കാണുന്നുണ്ട് എന്ന അഹങ്കാരത്തിൽ പുഞ്ചിരിച്ചു. പിന്നീട് കാണുന്നത് അർച്ചന ക്ഷേത്രത്തിൽ തൊഴാനായി എത്തിയിരുന്നു. ഭഗവാന്റെ മുന്നിൽ സങ്കടത്തോടെ പ്രാർത്ഥിച്ചങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ ശിവരാമൻ ക്ഷേത്രത്തിൽ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുന്നത് അർച്ചന കണ്ടു. ഉടനെ തന്നെ ശിവരാമേട്ടാ എവിടെ നിന്ന് ലീവാണോ എന്ന് അർച്ചന അന്വേഷിച്ചതും അല്ല ഞാനിന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് നന്ദസാറിനെ അവിടെ ഓഫീസിൽ കൊണ്ടുപോയി വിടണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എത്തിയാൽ മതിയല്ലോ എന്ന് കരുതിയാ ഞാൻ വരാതിരുന്നത് എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, ഞാനിവിടെ രാവിലെ ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് ശിവരാമേട്ടനെ നോക്കിയിരുന്നു, കണ്ടില്ല, അതാ ചോദിച്ചത്. അല്ല ശിവരാമേട്ടന്റെ വീട് ഈ സ്ഥലത്തിനടുത്താണോ എന്ന് ചോദിച്ചിട്ടും അതെ കുറച്ചങ്ങ് മാറിയാ എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടി വരുന്നുണ്ട്, കുഞ്ഞുമോളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ ശിവരാമൻ പറഞ്ഞു, അയ്യോ മോളെ അത് വേണ്ട. അത് കേട്ടതും അർച്ചന ചോദിച്ചു, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശിവരാമേട്ട എന്ന് ചോദിച്ചതും പ്രശ്നം ഉണ്ടായിട്ടല്ല, ഡെലിവറിയൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് തിരികെ വന്നതല്ലേ ഉള്ളൂ എന്നിപ്പോൾ അതുമല്ല എൻ്റെ വീടെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ പ്രാരാബ്ധങ്ങളെക്കുറിച്ച്, അതുകൊണ്ട് അങ്ങനെ ഒരു വീട്ടിലേക്ക് മേഡം വരുന്നതിനെ കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, ഓ അതാണോ ഇപ്പോൾ ഇത്ര വലിയ കാര്യമായത്? ശിവരാമേട്ടൻ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, എനിക്ക് കുഞ്ഞുമോളെയും പിന്നെ ഇന്ദു ചേച്ചി ഒന്ന് കാണണം, എനിക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല. ശിവരാമേട്ടൻ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് തൊഴുത് പ്രസാദം വാങ്ങിച്ചിട്ട് ഇപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞ് അർച്ചന വേഗം തൊഴാനായി കയറുന്നു. അപ്പോഴേക്കും ശിവരാമൻ ആകെ ടെൻഷനിലായി. പിന്നീട് അർച്ചനയും കൂടി ശിവരാമൻ നേരെ വീട്ടിലേക്ക് വന്നു. ശിവരാമനെ കണ്ടതും അർച്ചന വളരെ സന്തോഷത്തോടെ വാതിക്കലേക്ക് വന്നതും അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ കുഞ്ഞവിടെ കിടന്ന് കരയുന്ന ശബ്ദം കേട്ടു. അല്ല ഇതെന്താ കുഞ്ഞുമോള് കിടന്ന് വല്ലാതെ കരയുന്നത് എന്ന് അർച്ചന ചോദിച്ചപ്പോൾ ശിവരാമൻ പറഞ്ഞു, അത് പിന്നെ ഈയിടെയായിട്ട് അങ്ങനെയാണ്, എന്തായാലും മേഡം ദാ ഇവിടെ ഇരുന്നു, ഞാൻ കുഞ്ഞിനെയും അവരെയും വിളിക്കാം എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, അത് സാരമില്ല, ഞാൻ അകത്തേക്ക് പോയി അവിടെ പോയി കണ്ടോളാം എന്ന് പറഞ്ഞപ്പോൾ ശിവരാമൻ പറഞ്ഞു, അല്ല മേഡം എവിടെ ഇരുന്നു, അവിടെയൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുക, ഡെലിവറി കഴിഞ്ഞ് വന്നിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, അതൊന്നും സാരമില്ല, ഞാൻ പോയി കണ്ടോളാം എന്ന് പറഞ്ഞ് അർച്ചന വേഗം അവരുടെ അരികിലേക്ക് ചെല്ലുന്നു. അർച്ചന അകത്തേക്ക് കയറി ചെന്നതും അവിടെ കുഞ്ഞിനെ ലാളിച്ച് കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താനായി ശ്രമിക്കുന്ന ഇന്ദുവിനരികിലേക്ക് അർച്ചന എത്തി. അല്ല എന്തു പറ്റി ചേച്ചി, കുഞ്ഞുമോള് വല്ലാതെ കരയുന്നത് എന്ന് ചോദിച്ചതും അറിയില്ല, കുറെ നേരമായി ഇവളിങ്ങനെ വല്ലാത്ത കരച്ചിലാണെന്ന് പറഞ്ഞു, ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് അർച്ചന ചോദിച്ചു. അതിനെന്താ എന്ന് പറഞ്ഞതും അർച്ചനയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ ഇന്ദു നൽകി. കുഞ്ഞിനെ കയ്യിലെടുത്തതും പെട്ടെന്ന് തന്നെ അവള് കരച്ചിൽ നിർത്തി. ഇത് കണ്ടതും ഇന്ദു ചോദിച്ചു, ആഹാ കൊള്ളാമല്ലോ, സ്വിച്ച് ഇട്ടതുപോലെയാണല്ലോ അവൾ കരച്ചിൽ നിർത്തിയിരിക്കുന്നത്, അത് കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, അതെ ആതിരയുടെ മോള് ഇതുപോലെ തന്നെയാ, ഭയങ്കര കരച്ചിലാണ്, ഞാനെടുത്ത് കഴിയുമ്പോഴേക്കും അവളുടെ കരച്ചിലൊക്കെ തീരും, ഞങ്ങൾ തമ്മിൽ വളരെ എന്തോ ഒരു അടുത്ത ബന്ധമുള്ളത് പോലെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ദു പറഞ്ഞു, എനിക്കറിയാം നിങ്ങളുടെ കാര്യമൊക്കെ, ശിവേട്ടൻ പറഞ്ഞ് എനിക്കറിയാം, ശിവരാമേട്ടൻ പറഞ്ഞു, എന്തായാലും ട്രീറ്റ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ, സച്ചി സാറിൻ്റെയും മേഡത്തിൻ്റെയും കാര്യത്തിലുള്ള വിവരങ്ങളൊക്കെ എന്നോട് വന്ന് പറയാറുണ്ട്, എന്തായാലും ഇവിടുത്തെ ഭഗവാന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ മതി, എന്നും വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിന് ഫലം കാണും. എത്ര വർഷക്കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് ഈ മോളെ കിട്ടിയതെന്നറിയാവോ, ഞങ്ങൾ തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ
തെളിവുകൾ അല്ല ശിവരാമേട്ട എന്ന് ഇന്ദു ചോദിച്ചതും അതെ എന്ന് ശിവരാമൻ വെപ്രാളപ്പെട്ട് പറഞ്ഞു. ശിവരാമൻ ആകെ ടെൻഷനോടെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അർച്ചനയോട് ഇന്ദു പറഞ്ഞു, അതെ, ഈ കുഞ്ഞുണ്ടാകാതിരിക്കുന്ന നേരത്ത് നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്തെല്ലാം വേദനകളാണെന്നറിയോ മനസ്സിനെ അലട്ടുന്നത്. അതെല്ലാം നമ്മളെ വല്ലാതെ ആശങ്കയിലാക്കുകയും ചെയ്യും. പലയിടത്തും പല രീതിയിലുള്ള അവഗണനകളും നമ്മൾ നേരിടേണ്ടി വരും എന്ന് അർച്ചനയോട് ഹിന്ദു പറഞ്ഞു. എന്തായാലും ഇപ്പോൾ സന്തോഷമായി, ഞങ്ങൾക്ക് പൊന്നുമോളെ കിട്ടിയല്ലോ. അതുപോലെ ഇവിടെ ഭഗവാന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുകയും പിന്നെ കൃത്യമായി തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്താൽ ഉടനെ തന്നെ ഒരു കുഞ്ഞിനെ നിങ്ങൾക്കും കിട്ടും എന്ന് ഹിന്ദു പറഞ്ഞു. അയ്യോ, സംസാരിച്ചെന്ന് ഞാൻ മറന്നുപോയി, ചായ എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വരാൻ ഞാൻ എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, അതൊന്നും വേണ്ട ചേച്ചി, എന്നാൽ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. അതുപോഴേക്കും അർച്ചന പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല ചേച്ചി, ഞാൻ പോയിക്കോളാം, ഇടയ്ക്ക് ഞാൻ വരാം കുഞ്ഞുമോളെ കാണാനായിട്ട്, എന്തോ കുഞ്ഞാവെ കാണാനായിട്ട് വല്ലാതെ തോന്നുന്നുണ്ട് എന്ന് അർച്ചന പറഞ്ഞതും ഉടനെ ഹിന്ദു പറഞ്ഞു, അതെ, സച്ചി സാറും അർച്ചനയും വാങ്ങിച്ചു തന്ന സാധനങ്ങളൊക്കെ, കുഞ്ഞിന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇവിടെ ശിവരാമേട്ടൻ കൊണ്ടുവന്ന് തന്നു കേട്ടോ, ഒത്തിരി നന്ദിയുണ്ട് എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, അതിനൊക്കെ എന്തിനാ ചേച്ചി നന്ദി പറയുന്നത്? വീട്ടിലെ കുഞ്ഞുമോൾക്ക് വേണ്ടി ഡ്രസ്സും കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിയപ്പോൾ ഈ മോളെ എനിക്ക് ഓർമ്മ വന്നു. രണ്ടുപേരുടെയും ജനനം ഒരു ദിവസം തന്നെയല്ലേ, അതുകൊണ്ടാ. എന്തായാലും അതിന് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഇടയ്ക്ക് വരാം എന്ന് പറഞ്ഞ് അർച്ചന ഇന്ദുവിനോട് യാത്ര പറഞ്ഞ് കുഞ്ഞിനെ കൈമാറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. അർച്ചന അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും വളരെ സന്തോഷത്തോടെ ശിവരാമൻ അർച്ചനയെ യാത്ര പറഞ്ഞയച്ചു. അർച്ചന എന്നാൽ ഇറങ്ങട്ടെ ശിവരാമേട്ട എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശിവരാമൻ ആകെ ടെൻഷനോടെ നോക്കി. അർച്ചന വാതിലേക്ക് ചെന്നിട്ട് ഒന്നുകൂടി പിന്തിരിഞ്ഞ് കുഞ്ഞുമോളെ ഒരിക്കൽ കൂടി നോക്കുന്നു. എന്നിട്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ട് അർച്ചന പോകുമ്പോൾ ഇന്ദു വന്നിട്ട് പറഞ്ഞു, നെല്ലിശ്ശേരി വീട് പോലുള്ള ഒരു വലിയ വീട്ടിലെ പെങ്കൊച്ചായിട്ടും അതിൻ്റെ അഹങ്കാരമോ ജാടയോ ഒന്നുമില്ല, പാവം, നല്ല കുട്ടിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശിവരാമൻ പറഞ്ഞു, പാവം, എന്ത് പാവം, ബാക്കിയുള്ളവൻ എവിടെ നിന്നുകൊണ്ട് ഉരുകുകയായിരുന്നു എന്ന് പറഞ്ഞതും ശിവരാമേട്ടൻ എന്താ പറ്റിയത്, എന്തിനാ നിങ്ങളങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടും നിന്നോട് പറഞ്ഞൊന്നും മനസ്സിലാകില്ലെന്ന് പറഞ്ഞ് ശിവരാമൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് ശിവരാമന്റെ വാക്ക് കേട്ട് ഇന്ദു ആകെ സംശയത്തിലായി. ഈ ശിവരാമേട്ടനത് എന്താ പറ്റിയത് എന്നാലോചിച്ച് ഇന്ദു അങ്ങനെ നിൽക്കുമ്പോൾ ആതിരയ്ക്ക് അപ്പോഴും ആതിരയുടെ മനസ്സാകെ അസ്വസ്ഥമായി. ആതിര ആലോചിച്ചത് അവന്തികടത്തി തന്നോട് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഞാനും അർച്ചനയാണെങ്കിൽ ഇപ്പോൾ പ്രസവിച്ചിട്ടില്ല, എന്നാൽ ഞാൻ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ഒരു തവണ ഞാൻ ഗർഭിണിയായതാണ്. പക്ഷേ ആ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള യോഗം എനിക്കില്ലാതായിപ്പോയി. അതുകൊണ്ട് ഈശ്വരൻ ആ കുഞ്ഞിനെ തിരിച്ചു വിളിച്ചു. എങ്കിലും ഞാനും വല്യമ്മ എന്ന സ്നേഹം കുഞ്ഞിനോട് കാണിക്കുന്നുണ്ടല്ലോ, ഞാനും ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നില്ലേ? എന്നാൽ ഇതുവരെ ഗർഭിണി പോലും ആകാത്ത അർച്ചന ഇത്രത്തോളം ആ കുഞ്ഞിനെ സ്നേഹിക്കുകയും ഇതുപോലെയൊക്കെ കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. അവള് കാര്യം വല്യമ്മയാണ്, ഞാനും വല്യമ്മയാണല്ലോ. എന്നാൽ വല്യമ്മയുടേതായിട്ടുള്ള സ്നേഹം മാത്രമേ ഞാൻ കുഞ്ഞുമോളോട് കാണിക്കാറുള്ളൂ. ഇവിടെ ആതിരയെ മറികടന്നുകൊണ്ട് ഒരമ്മയായി മാറാനുള്ള ശ്രമമാണ് അർച്ചന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോഴും ആ ഒരു ശ്രമത്തെ തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ആതിരയ്ക്ക് നഷ്ടമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന അവന്തികയുടെ വാക്കുകൾ ആതിരയുടെ മനസ്സിനെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നു. അപ്പോഴാണ് ശിവരാമന്റെ വീട്ടിൽ നിന്നിറങ്ങിയ അർച്ചന ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ അവിടെ ആ ഓട്ടോ സ്റ്റാൻഡിൽ അവിടെ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോക്കാരനരികിലേക്ക് നടന്നു വന്ന സ്നേഹ വേഗം തന്നെ ആ ഓട്ടോയിലേക്ക് വന്ന് കയറുന്നത്. അർച്ചന വഴിയിൽ നിൽക്കുമ്പോൾ അവിടേക്ക് വരുന്ന സ്നേഹയെ അർച്ചന കണ്ടു. സ്നേഹ അർച്ചനയെ കണ്ടതോടെ വേഗം ഓട്ടോയിലേക്ക് കയറിയിട്ട് വേഗം വണ്ടി ഒന്ന് എടുക്കുകേട്ടാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അർച്ചന അവിടെ നിന്ന് സ്നേഹ എന്ന് വിളിച്ചിടും സ്നേഹ ആ വിളി പോലും കേൾക്കാൻ നിന്നില്ല. പെട്ടെന്ന് ഓട്ടോക്കാരൻ അർച്ചനയെ പാസ് ചെയ്ത് പോയി കഴിയുമ്പോൾ അർച്ചന അവിടെ നിന്ന് സ്നേഹ എന്ന് വീണ്ടും ഉറക്കെ വിളിച്ചു. എന്നിട്ടും അർച്ചനയുടെ ആ വിളി കേൾക്കാൻ നിൽക്കാതെ സ്നേഹ വേഗം ആ ഓട്ടോയിൽ തന്നെ മടങ്ങി. അപ്പോഴാണ് അവിടെ കണ്ട മറ്റൊരു ഓട്ടോയിലേക്ക് വേഗം ഓടി വന്ന് അർച്ചന കയറുകയും ആ മുന്നിൽ പോയ ഓട്ടോയെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഇതിനിടയിൽ അർച്ചന തൻ്റെ ഫോൺ എടുത്ത് സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചു. ഓഫീസിൽ തിരക്കിലായിരിക്കുന്ന സച്ചിയെ ഫോൺ കോൾ കണ്ടതും വേഗം കോൾ അറ്റൻഡ് ചെയ്തു. സച്ചിയുടെ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചിട്ടും ഞാൻ ഓഫീസിലാണെന്ന് സച്ചി മറുപടി നൽകി. എന്നാൽ സച്ചിയുടെ വേഗം ഒന്ന് വരണം, ഞാൻ ദാ ഇപ്പോൾ ഇവിടെ സ്നേഹയെ കണ്ടു. സ്നേഹയെ കാണാനിടയായ സാഹചര്യം എന്താണെന്ന് അർച്ചന പറയുന്നു. എല്ലാം കേട്ടതും സച്ചിയായ ടെൻഷനായി. അല്ല, അവളിപ്പോൾ എങ്ങോട്ട് പോവാ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, എനിക്ക് തോന്നുന്നത് അവള് ജയിലിലേക്ക് പോയി ധനുഷിനെ കാണാൻ പോകുന്നതാണെന്നാ. ഈ ഒരു സാഹചര്യത്തിൽ ധനുഷിനെ അവൾ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ വീണ്ടും പലതും പറഞ്ഞ് അവളെ വീണ്ടും അവൻ വശത്താകും. അതിനൊരു സാഹചര്യം ഉണ്ടാകാനുള്ള അവസ്ഥ ഉണ്ടാകല്. അതുകൊണ്ട് തന്നെ സച്ചിയുടെ എത്രയും വേഗം ഇവിടേക്ക് വരണം
സച്ചിയേട്ടൻ വരുവില്ലേ എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു, ശരി താൻ അങ്ങോട്ട് പോയിക്കോ, ഞാൻ ദാ ഇപ്പൊ തന്നെ പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞ് സച്ചി ഫോൺ വെച്ചു. അർച്ചന ആ ഓട്ടോയിൽ പോകുന്നതിനിടയിൽ പെട്ടെന്ന് അവിടെ കണ്ട ആ ഓട്ടോ കാണാതായി. മുന്നേ പോയ ഓട്ടോ കാണാതായതോടെ അർച്ചനയാകെ ആശങ്കയിലായി. അപ്പോഴേക്കും മുൻപേ പോയ ആ ഓട്ടോയിലിരുന്ന സ്നേഹി ചോദിച്ചു, അല്ല ചേട്ടാ, സബ് ജയിലിലേക്ക് പോകുന്ന വഴി അപ്പുറത്തെ റൂട്ടല്ലായിരുന്നോ എന്ന് ചോദിച്ചതും അയാൾ പറഞ്ഞു, അതെ, ആ വഴി ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക മോളെ, അതുകൊണ്ട് ഇതാ നല്ലത് എന്ന് പറഞ്ഞ് മറ്റൊരു വഴിയിലൂടെ സ്നേഹയും കൂട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടതോടെ ആകെ ടെൻഷനോടെ അർച്ചന സ്നേഹയെ പോയ ആ ഓട്ടോ കണ്ടില്ലല്ലോ എന്ന ആശങ്കയിൽ അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു.